ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ എംപതി എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് പോകുമ്പോൾ എൻ്റെ ലൈഫിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതായത് ഞാൻ കുറേ നാൾ മുമ്പ് ലൈഫിലൊരു ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി പോയപ്പോഴേക്കും തീർച്ചയായിട്ടും അതിൽ നിന്നൊരു റിലീഫ് കിട്ടാനും എങ്ങനെ മുമ്പോട്ട് പോകാമെന്നും അറിയാനായിട്ടും ഞാനൊരു ഹെൽപ്പ് സീക്കാനായിട്ട് ഇടയായി. അപ്പോൾ എന്താ പറയുക, ഒബിയസ്ലി നമ്മൾ ആദ്യം ഫസ്റ്റ് ഹെൽപ്പ് സീക്കുന്നത് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഓർ ദി പീപ്പിൾ ഹു ആർ നമുക്ക് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് 3 തരത്തിലുള്ള റെസ്പോൺസാണ് ഈ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം പങ്കുവച്ചപ്പോൾ കിട്ടിയത്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, നമുക്കൊരു റിലീഫ് വേണം, നമ്മുടെ ബേർഡൻസ് ഒന്ന് ഇറക്കി വെക്കാൻ പറ്റണം, വീണ്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. പക്ഷേ ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ് എന്ന് വെച്ചാൽ വളരെയധികം ക്രിട്ടിസൈസിങ്, വളരെയധികം ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള അപ്രോച്ച്, വളരെയധികം നമ്മളെക്കുറിച്ച് തന്നെ കംപ്ലയിൻറ്റ് പറയുന്ന ഒരു റെസ്പോൺസാണ്. സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിളിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കുറേ കൂടി കേൾക്കാനായിട്ട് തയ്യാറായി, നമ്മളെ മനസ്സിലാക്കാനായിട്ട് തയ്യാറായി, നമ്മുടെ ബേർഡൻസ് അവരിലേക്കൊന്ന് ഇറക്കി വെക്കാൻ സാധിച്ചു, നമുക്കൊരു ആശ്വാസം കിട്ടി, പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫർദർ ഗൈഡൻസും സപ്പോർട്ടും അവർ തന്നു. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് അങ്ങനെ 1-2 പേരോട് ഷെയർ ചെയ്തപ്പോഴേക്കും അവർക്ക് ആ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ കാര്യങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും സാധിച്ചു. അവർ നമ്മൾ പോകുന്ന സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ല എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അതേപോലെ അവർ നമ്മളെ നന്നായിട്ട് കംഫർട്ട് ചെയ്തു, നമുക്കൊരു നല്ല റിലീഫ് കിട്ടി, നമുക്ക് വേണ്ട നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഗൈഡൻസ് തന്നു. അപ്പോൾ ഞാനിതിൽ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ എംപതി എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ആ ഒന്നാമത്തെ കാറ്റഗറി ഓഫ് പീപ്പിൾ, കാരണം നമ്മളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരുടെ അടുത്ത് വന്നേക്കുന്നത്. ഇപ്പം നമുക്ക് പെയിൻ ഉണ്ട്, സഫറിങ് ഉണ്ട്. ഒരു പെയിനും സഫറിങ് കൊണ്ട് വന്ന ആൾക്ക് തീർച്ചയായിട്ടും അയാൾക്ക് കൊടുക്കേണ്ടത് ഒരു പെയിൻ റിലീഫ് അല്ലെങ്കിൽ സഫറിങ്ങിന് ഒരു ആശ്വാസമാണ് ആദ്യം കൊടുക്കേണ്ടത്. പക്ഷേ അതിന് പകരം കൂടുതൽ ക്രിറ്റിസൈസിങ്ങും ബേഡനും ഒക്കെ ചെയ്ത് നമ്മളെ കൂടുതൽ ജഡ്ജ്മെൻറ്റിലൊക്കെ ചെയ്ത് കൂടുതൽ പെയിനും സഫറിങ്ങും തന്നു വിടുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്നൊരു കാര്യം വെച്ചാൽ ലാക്ക് ഓഫ് എംപതിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എംപതി എന്ന് പറയുന്നത് ഒരു ന്യൂറോ ബയോളജിക്കൽ കേപ്പബിലിറ്റിയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, അതായത് പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പാടാൻ സാധിക്കും, പക്ഷെ മനോഹരമായി പാടണമെങ്കിൽ കഴിവ് വേണം, ഡാൻസ് കളിക്കണമെങ്കിൽ കഴിവ് വേണം. അപ്പോൾ ഓരോ കാര്യത്തിനും സ്കില്ലുണ്ട്. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു സ്കില്ലാണ് ഈ എംപതി എന്ന് പറഞ്ഞാൽ. നമ്മുടെ തലച്ചോറിൻ്റെ പലതരത്തിലുള്ള പാർട്സ് ഉണ്ട്. അതായത് ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്, അതേപോലെ ഇൻസുല, അതേപോലെ മീഡിയൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അങ്ങനെ കുറേ പാർട്സ് ഈ എംപതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ മിറർ ന്യൂറോൺസ്, കാരണം മറ്റുള്ളവർ എന്താണ് ഇമോഷൻസ് അനുഭവിക്കുന്നത് പോലെ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെയിനിൽ ഉള്ള ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് ആളുകൾക്ക് എംപതൈസ് ചെയ്യാനുള്ള കഴിവിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഇൻസൈറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ ടഫ് ടൈമിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആരോടാണ് ഷെയർ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മളെ എംപതൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും കഴിവുള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ അവിടെ നമുക്ക് ഉപകാരത്തിന് പകരം ഒരുപക്ഷെ ഉപദ്രവമായിരിക്കും ലഭിക്കുന്നത്. താങ്ക് യു. ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന